ക്ഷമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇതാ നമുക്ക് ഈശോയോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ പറയും. അത് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, കൂട്ടായ്മയിൽ കസ്മാറ്റിക് കൂട്ടായ്മയുണ്ട്. അങ്ങനെ വിവിധ സമ്പ്രദായങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ദൈവം നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ്. അപ്പോൾ 15-ാം തീയതി വെള്ളിയാഴ്ച ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ഉപവാസ പ്രാർത്ഥനയിൽ 11 മണി മുതലുള്ള വചന ശുശ്രൂഷയിൽ ഞാൻ കടന്നു വരുന്നുണ്ട്. ഈ നോയമ്പ് കാലം കൂടുതൽ ഫലപ്രദമാകാനും ശ്രമിക്കുന്നവരിലും പറയുന്ന എന്നിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിന് വേണ്ടി നാളത്തെ ഈ 15-ാം തീയതിയിലെ ശുശ്രൂഷയുടെ മാർച്ച് 15-ാം തീയതിയിലെ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വന്ന് പങ്കെടുക്കുക. മാർച്ച് 16-ാം തീയതി ശനിയാഴ്ച സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി പാലാരിവട്ടം YMCA തിരുരക്താഭിഷേക ശക്തീകരണ ധ്യാനം 3 മണിക്കൂർ. അപ്പോൾ ആ ശുശ്രൂഷയിലേക്ക് ഓഫ്ലൈൻ പ്രാർത്ഥനയൊക്കെ എവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. പാലാരിവട്ടം YMCA മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൻ്റെ എതിർവശം ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെയാണ് YMCAയുടെ മിനി ഹാളിൽ പ്രോഗ്രാം. അതിനുശേഷം വൈകിട്ട് 7:30 മുതൽ 9 വരെ ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റ് വഴി സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ലിങ്കുകൾ നമ്മൾ നേരത്തെ തന്നെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ലിങ്ക് ആയിരിക്കും ഗൂഗിൾ മീറ്റ് പ്രോഗ്രാമിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കൂടാതെ അടുത്ത കാര്യം, തിരുരക്താഭിഷേക ധ്യാനം ആലുവ ചൂണ്ടി സ്നേഹാലയത്തിൽ 24-ാം തീയതി ഓശാന ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച് 27-ാം തീയതി ഉച്ച വരെ ആയിരിക്കും ധ്യാനം. ആ തിരുരക്താഭിഷേക ധ്യാനത്തിലും ഫാദർ ബാബു വരിക്കമാക്കിൽ ആണ് അച്ഛനാണ് ഇവിടുത്തെ ഡയറക്ടർ. ആ ധ്യാന കേന്ദ്രത്തിൽ ആലുവ ചൂണ്ടി സ്നേഹാലയത്തിൽ ഉള്ള ഈ ധ്യാനത്തിലേക്കും എവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വന്ന് പങ്കെടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്.